Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Salatu wassalamu ala rasulihil amin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്ത് യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ചു മരിച്ചു പോകാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കുവാനും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൽമിൻ്റെ മജ്ലിസിലെ ഈ ഇരുത്തത്തെ നാളെ പ്രതിഫലാർഹമായ ഒരു അമലായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്നു എന്ന വിഷയസംബന്ധമായി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ചർച്ചയും കാര്യങ്ങളും ഗൗരവപൂർവ്വം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. പണ്ഡിതന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പൊറുക്കലിനെ തേടണം. ഉലമാക്കളെ സംബന്ധിച്ച് ദുഷിച്ചു പറയാൻ പാടില്ല. അവരെ സംബന്ധിച്ച് കളിയാക്കാനോ പരിഹസിക്കാനോ കുത്തിപ്പറയാനോ ആ രൂപത്തിലുള്ള അവരുടെ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങളൊന്നും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ പണ്ഡിതന്മാരെ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, ഏത് രൂപത്തിലാണ് നമ്മൾ അവരെ ഉൾക്കൊള്ളേണ്ടത്, അവരോടുള്ള സമീപനം എന്തായിരിക്കണം, അവരോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, പണ്ഡിതന്മാരെ പിൻപറ്റുന്നത് അനുവദനീയമാണോ,
അവരുടെ അഖ്വാലുകളും അഫ്ആലുകളും ദീനിൽ നമുക്ക് തെളിവായി ഉദ്ധരിക്കാൻ സാധ്യമാണോ? ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്നുള്ള അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ചർച്ചകളിൽ നടക്കേണ്ടതുണ്ട്. വിഷയങ്ങൾ കൂടുതലായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരെ ആദരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ഡിതന്മാരുടെ മഹത്വമായി ഒരുപാട് കാര്യങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ സലഫികളുടെ അഖീദയും അങ്ങനെ തന്നെയാണ്. പണ്ഡിതന്മാർ ആരാകട്ടെ, ആ രൂപത്തിൽ തന്നെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഖുർആൻ അവരെ സംബന്ധിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആദരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരെ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലൂടെ അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഷഹിദല്ലാഹ്, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല എന്നതിന്. വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽമി, പണ്ഡിതന്മാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ വചനത്തിൽ നിന്നും അള്ളാഹു പണ്ഡിതന്മാർക്ക് കൊടുത്ത മഹത്വം, ഫളല് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും നമുക്കില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഒരു സത്യം, ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ, ഇലാഹായി, ആരാധ്യനായി മറ്റാരുമില്ല എന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ മൗലികമായ സിദ്ധാന്തം, ആദർശം, അടിത്തറ, ഷഹാദത്ത്, അത് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് ആ കാര്യത്തിന് അള്ളാഹു സാക്ഷിയായിരിക്കുന്നു. രണ്ടാമത് അള്ളാഹുവിന്റെ കൂടെ എണ്ണി വൽ മലായിക, മലക്കുകളും അതിന് സാക്ഷികളാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ്. അള്ളാഹു എന്ത് പറയുന്നോ അത് അനുസരിക്കുക എന്നുള്ളതാണ് മലക്കുകളുടെ കർത്തവ്യം. അപ്പൊ അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ അള്ളാഹു മലക്കുകളെ ചേർത്ത് പറഞ്ഞു. തെറ്റ് ചെയ്യാത്ത, പാപം ചെയ്യാത്ത മഅ്സൂമികളായ മലക്കുകളെ അള്ളാഹു ചേർത്ത് പറഞ്ഞു. രണ്ടാമതായി അള്ളാഹു മലക്കുകളുടെ കൂടെ, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു ചേർത്തത് ഉലുൽ ഇൽമ്, അറിവ് നൽകപ്പെട്ടവരാണ്. ആരാണ് അറിവ് നൽകപ്പെട്ടവർ? പണ്ഡിതന്മാരായ ആളുകളാണ്, പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്, മുജ്തഹിദീങ്ങളാണ്, ഫുഖഹാക്കളാണ്. ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൂടെ, അവന്റെ മലക്കുകളുടെ കൂടെ അള്ളാഹു എണ്ണിയത്, അള്ളാഹുവിന്റെ സാക്ഷ്യം, മലക്കുകളുടെ സാക്ഷ്യം. ആദമിന്റെ മക്കളിൽ നിന്നും അള്ളാഹു സാക്ഷ്യത്തെ സ്വീകരിച്ചപ്പോ പറഞ്ഞത് പണ്ഡിതന്മാരെയാണ്. പണ്ഡിതന്മാരെ മലക്കുകളുടെ കൂടെ ചേർത്ത് പറഞ്ഞു. അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ അള്ളാഹു പണ്ഡിതന്മാരെ ചേർത്ത് പറഞ്ഞു. ഇത് മാത്രം മതി പണ്ഡിതന്മാരുടെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ ആയത്തിനെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, വഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ, ഈ ആയത്തിൽ തെളിവുണ്ട്, രേഖയുണ്ട്. എന്തിന്? അലാ ഫദ്ലിൽ ഇൽമി വ ശറഫിൽ ഉലമാഇ വ ഫദ്ലിഹിം, ഇൽമിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ആയത്തിന് തെളിവുണ്ട്. അതേപോലെ തന്നെ പണ്ഡിതന്മാർക്ക് മഹത്വമുണ്ട്, അവർക്ക് ഫളലുണ്ട് എന്നതിനും ഈ ആയത്തിൽ തെളിവുണ്ട്. അപ്പൊ പണ്ഡിതന്മാർക്ക് മഹത്വമുണ്ട്, അള്ളാഹ് ആദരിച്ചു അവരെ, അള്ളാഹ് അവരെ ബഹുമാനിച്ചു എന്നുള്ളതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഫഇന്നഹു ലൗ കാന അഹദുൻ അശ്റഫ മിനൽ ഉലമാഇ ലഖറനഹുമുല്ലാഹു ബിഇസ്മിഹി, പണ്ഡിതന്മാരെക്കാൾ ശ്രേഷ്ഠരായ വല്ലവരും ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു
അള്ളാഹുവിന്റെ കൂടെ അവന്റെ മലക്കുകളുടെ കൂടെ അവരെ ചേർക്കുമായിരുന്നു. പക്ഷേ പണ്ഡിതന്മാരെക്കാൾ ശ്രേഷ്ഠരായ മറ്റാരും ഈ ദുനിയാവിൽ ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? മറ്റാരെയും ചേർക്കാതെ പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ മലക്കുകളുടെ സാക്ഷ്യത്തിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പോ പിന്നെ ഈ ആയത്ത് പിന്നെ സൂറത്ത് ആൽ ഇംറാനിലെ 18ാമത്തെ ആയത്താണ്. ഇതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഒട്ടനവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. ഞാനതിങ്ങനെ ഒന്ന് കേൾപ്പിച്ചു പോകുകയാണ്. അല്ലാഹ് പറഞ്ഞു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ്. സൂറത്തുൽ ഫാത്തിറിലെ 28ാമത്തെ ആയത്ത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കൾ അല്ലാഹ് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ആദം സന്തതികളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി അല്ലാഹ് എടുത്തു പറഞ്ഞു പണ്ഡിതന്മാരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന്. ഇതേപോലെ തന്നെ സൂറത്തുൽ മുജാദില 11ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, പണ്ഡിതന്മാരെ, അറിവ് നൽകപ്പെട്ട ആളുകളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. ഉലമാക്കളെ അള്ളാഹു അവരുടെ പദവികൾ സത്യവിശ്വാസികളുടെ അവരിൽ എണ്ണി പറഞ്ഞപ്പോൾ പ്രത്യേകമായി അള്ളാഹു പറഞ്ഞു, അറിവ് നൽകപ്പെട്ടവരെയും അവരുടെ പദവികളും സ്ഥാനമാനങ്ങളും അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. ഇതേപോലെ തന്നെ സൂറത്ത് നിസായിലെ 59ാമത്തെ വചനം, അതിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. വളരെ പ്രസിദ്ധമായ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അതേപോലെ തന്നെ അവന്റെ റസൂലിനെയും അനുസരിക്കണം. എന്നിട്ട് മൂന്നാമതായി അള്ളാഹിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു, റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു. ഉലുൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉലുൽ അംറിനെ അനുസരിക്കണം. ഉലുൽ അംർ ആരാണ്? പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന് ഉലമാക്കളാണ്, അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരാണ്. രണ്ടാമതൊരു അഭിപ്രായം ഉമറാക്കളാണ്, അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാരാണ്. ഇവിടെ രണ്ടും വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഉമറാക്കളെ അനുസരിക്കേണ്ടത് പണ്ഡിതന്മാരുടെ കൽപ്പനകൾക്കനുസരിച്ചായിരിക്കണം ഉമറാക്കൾ അനുസരിക്കേണ്ടത്. മതപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പണ്ഡിതന്മാർ എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടായിരിക്കണം ഉമറാക്കൾ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ പണ്ഡിതന്മാരെ അനുസരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഞാൻ എന്തിന് ഈ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ ഓതുന്നു എന്ന് ചോദിച്ചേക്കാം. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ആധുനിക കാലഘട്ടത്തിലും പൂർവികമായ കാലഘട്ടത്തിലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വ്യതിയാനത്തിന്റെ കക്ഷികൾ ചെയ്തിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്? ഖുർആനും സുന്നത്തും മാത്രം മതി തെളിവായിട്ട് എന്തിനാണ് പണ്ഡിതന്മാരുടെ പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അവരെ മോശമായി ചിത്രീകരിക്കുകയും ആ രൂപത്തിലുള്ള അപരാധങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ പദവികൾക്കും അവരുടെ ഇൽമിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ അവർ പലതും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസിദ്ധമായ സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തുമല്ലേ പ്രമാണം. അപ്പോൾ അത് അംഗീകരിച്ചാൽ പോരെ. എന്തിനാണ് പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നത്? പിന്നെ പണ്ഡിതന്മാർ വെറും പണ്ഡിതന്മാർ മാത്രമല്ലേ എന്നുള്ള ഒരു സംസാരം പിന്നെ ഈ ബിദഅത്തിന്റെ ആളുകൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. അത് അവർ ഉന്നയിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വരുന്നത്, ചർച്ച ചെയ്തു വരുന്നത്, പണ്ഡിതന്മാർക്ക് ഉലമാക്കൾക്ക് ഇസ്ലാം അല്ലാഹ് അവന്റെ ദീനിൽ കൊടുത്തിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ചാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മൾ പലതും സംസാരിച്ചു. അവരനുസരിക്കണം, അവരുടെ പദവികൾ അല്ലാഹ് ഉയർത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ മലക്കുകളുടെ സാക്ഷ്യത്തിന്റെ കൂടെ അള്ളാഹു പണ്ഡിതന്മാരെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇതല്ലാത്തതുമായ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ മഹത്വം പറയുന്ന, അവരനുസരിക്കണമെന്ന് പറയുന്ന കാര്യങ്ങളെ. രണ്ടാമതായി ഖുർആനിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്ത് പറയുന്നു പണ്ഡിതന്മാരെ കുറിച്ച്, അവരുടെ മഹത്വത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർദായിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു? വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകളെല്ലാം പണ്ഡിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു.